പ്രസ് ചെയ്യാൻ പാടില്ല. ആമേൻ. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ലീഗൽ സാങ്ഷൻസ് എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും ഒരുപക്ഷെ അമേരിക്കയിൽ ജീവിക്കുന്ന നമുക്ക് അതിൻ്റെതായ ഒത്തിരി റെസ്ട്രിക്ഷൻസ് കടന്നു വന്നെന്ന് വരാം, ഒത്തിരി ഫോഴ്സസ് വന്നെന്ന് വരാം. എന്നാൽ ഇതുപോലുള്ള പെർവേർട്ടഡ് ആയ പ്രാക്ടീസസ്, ഈവിൾ പ്രാക്ടീസസ്, ദൈവത്തിന്റെ വചനം സത്യമെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾ ഈ അമേരിക്കയിൽ രക്തസാക്ഷിയാകേണ്ടി വന്നാലും ഈ ഇമ്മാനുവൽ പെന്റിക്കോസ്റ്റൽ ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ചിന്റെ പെർമിഷൻ ലൈസൻസ് പോയാലും, അങ്ങനെ ഒരു പാസ്റ്റർ എന്നും പറഞ്ഞൊരു പാസ്റ്റർ ഇവിടെ ഇല്ലെങ്കിലും, അങ്ങനെ വന്ന് ആരാധിക്കാൻ ഇവിടെ പറ്റത്തില്ലെങ്കിലും, ഞാൻ വിളിച്ചു പറയുന്നു, ദൈവവചനത്തിൽ വളരെ ശക്തമായ എതിർപ്പുള്ള, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ആളിനെ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പിക്കത്തില്ല എന്ന് ദൈവം ശപഥം ചെയ്തിരിക്കുന്ന ഈ പ്രാക്ടീസിനെ കർത്താവ് വരാൻ ഇനി താമസിക്കുന്നെങ്കിൽ ആ നാള് വരെ ദൈവസഭ അംഗീകരിക്കാൻ പാടില്ല. കാരണം സഭ എക്സിസ്റ്റ് ചെയ്യുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ കാരണം ഇറ്റ് ഈസ് അൺനാച്ചുറൽ, അസ്വാഭാവികമാണ്, ഇത് ഷെയിംഫുൾ, ഇത് ലജ്ജാകരമാണ്, ഇത് പരിശുദ്ധമായ ഉപദേശത്തിന് വിരുദ്ധമാണ്. ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ദ സൗണ്ട് ഡോക്ട്രിൻ ആൻഡ് ഓൾസോ ഇറ്റ് ഡിനൈസ് ദ എൻട്രൻസ് ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ഈ 4 കാര്യങ്ങളാണ് ആ കാര്യത്തിലുള്ളത്. മറന്നു പോകരുത്. ഈ വേർഡുകളെങ്കിലും ഓർത്തിരുന്നോണം. നാളെ ആരെങ്കിലും നിങ്ങൾ ചിന്തിക്കരുത്, ഞാനിത് പഠിപ്പിക്കുമ്പോൾ എന്താ ഭാഷ ഇത് ഞാൻ ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയത് ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. ഇവിടെ കുറഞ്ഞത് ഒരു 2 വിസിറ്റിംഗ് പാസ്റ്റേഴ്സ് എങ്കിലും 2 ഭവനങ്ങളിൽ നിന്നുകൊണ്ട് എനിക്ക് ടെലിഫോൺ ചെയ്തിട്ടുണ്ട്. മറ്റൊന്നിനുമല്ല, പാസ്റ്റർ എന്റെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. ചെറുപ്പക്കാരായ പിള്ളേർ, ഞാൻ താമസിക്കുന്ന വീട്ടിലെ പിള്ളേരെ ചോദിച്ചേക്കുന്നത്. അപ്പൊ മനസ്സിലാക്കണം വിശ്വാസികളുടെ വീടാണ്. ചോദിച്ച പിള്ളേരെ ചോദിച്ചേക്കുന്നത്, ഹോമോസെക്ച്വാലിറ്റിക്ക് എതിരെ എവിടാ വേദോസത്തിൽ പറഞ്ഞേക്കുന്നത്? അത് നാളെ നിങ്ങളോട് ചോദിച്ചാൽ അറിയത്തില്ല എന്ന് പറയരുത്. ഈ വാക്യങ്ങൾ കുറിച്ചിട്ട് വളരെ ക്ലിയർ ആയി പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേർ, നമ്മുടെ കുഞ്ഞുങ്ങൾ ആ പെർവേർഷനിലേക്ക് പോകാതിരിക്കാൻ പ്രാർത്ഥിക്കുകയും വേണം, പഠിപ്പിക്കുകയും വേണം. ഇറ്റ് ഈസ് വെരി ഷെയിംഫുൾ. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ ടൈം ആകുന്നത് കൊണ്ട്, ഒരു പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞു പോയത്, 5 മിനിറ്റ് കഴിഞ്ഞത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുക. നാളെ വീണ്ടും we will come back to the marriage. വിവാഹത്തിലേക്ക് കടന്നു വരിക. അതിൽ ഒരു പാർട്ട് മാത്രം ഇന്നതല്ല, മാരേജ് ഇന്നതല്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. മാരേജ് ദൈവത്താൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ആ ഡെഫിനിഷന്റെ ബേസിൽ എന്തല്ല മാരേജ് എന്ന് ഞാൻ ഇന്ന് നിങ്ങളെ അല്പസമയം സംസാരിക്കാനായിട്ട് വിചാരിക്കുന്നു. നാളെ we will go further, കുറച്ചുകൂടെ മുന്നോട്ട് പോകും. മാരേജ് എന്താണെന്നുള്ളത്, മാരേജിന്റെ മീനിങ് എന്താണ്, മാരേജ് എന്താണ്, ഇതെല്ലാം പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാരിറ്റൽ റിലേഷൻഷിപ്പ്, നമ്മുടെ ഫാമിലി ബന്ധത്തെ ഉറപ്പിക്കുന്നതിനും അതനുസരിച്ചാണോ നമ്മൾ പോകുന്നതെന്ന് ശോധന ചെയ്യുന്നതിനും ഉള്ളൊരവസരമായിട്ട് ഇതിനെ എടുക്കുക. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. We have another 10 minutes if you got any questions. ഏതെങ്കിലും ചോദ്യമുണ്ടോ? ചോദിച്ചോ. ഞാൻ വളരെ ക്ലിയർ ആയിട്ടാണ് ഇതുപോലുള്ള ഇഷ്യൂസ് വന്നു. ദൈവവചനത്തിൽ വളരെ ക്ലിയറായി മരണകരമായ ശിക്ഷ എന്ന് പറഞ്ഞിരിക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരെ പറഞ്ഞിരിക്കുന്നു, ആ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, നാളെ ഈ ചർച്ച എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും അപ്രൂവ് ചെയ്യാൻ പാടില്ല പറഞ്ഞു. ഇപ്പൊ നാളെ ഒരാൾ അവിടെ പുറകെ വന്നിരിക്കുന്നു, ഒരു ആരാധനയ്ക്ക് വന്നിരുന്നു, ക്വസ്റ്റ്യൻ അമേരിക്കൻ സിറ്റുവേഷനിൽ ഒരാൾ പുറകെ വന്ന് ആരാധനയ്ക്ക് വന്നിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയെന്ന് വന്നെന്ന് വരത്തില്ല. But when we have to deal with ചർച്ചിന്റെ ശുശ്രൂഷ, ചർച്ചിന്റെ മെസ്സേജുകൾ, ചർച്ചിന്റെ പഠിപ്പീരുകൾ, അങ്ങനെ ഒരു പാപി ഇതിനകത്ത് കടന്നു വന്നാൽ അവൻ മാനസാന്തരത്തിലേക്ക് വരത്തക്ക നിലയിലായിരിക്കും. അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതിനകത്ത്
ഒരാൾ വന്നു എന്ന് ചെയ്യോ നീ ഹോമോസെക്ഷൽ ആണോ ഇറങ്ങി പൊക്കണോ ഇവിടെ ഒന്നും പറ്റത്തില്ലെന്നും പറഞ്ഞ് നമുക്ക് നിൽക്കാനായിട്ട് പറ്റത്തില്ല. എന്നാൽ ആളവിടെ ഇരിക്കുമ്പോൾ അവന് പാപബോധം ഉണ്ടാകത്തക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടത്തക്ക നിലയിൽ പ്രാർത്ഥിക്കും. ദൈവവചനത്തിന്റെ ശുശ്രൂഷകൾ ആ നിലയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. മറ്റൊരാള് അതെ നിശ്ചയമായിട്ട് നമുക്ക് അതാ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും പ്രൊവിഷൻ അവനെ രക്ഷിക്കാനുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക. ഇല്ലെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കി സഹോദരൻ നിന്റെ സ്ഥലം ഇതല്ല, നിനക്ക് പറ്റിയ സ്ഥലം ഇതല്ല എന്ന് പറഞ്ഞ് അവനെ വിടാമെങ്കിൽ നല്ലതാണ്. അവനെ പറഞ്ഞു എന്തോ നമുക്ക് ലീഗലി പറ്റത്തില്ല. അവനെ കൗൺസിലിങ്ങിലൂടെ നമ്മുടെ ക്രിസ്തീയ ബോധത്തിൽ വിവാഹമോചനം കൂടി വരും. അത് ക്രിസ്തീയ വിശ്വാസികളിന് എങ്ങനെ ഏത് രീതിയിലാണ് നമ്മളതിനെ തീർച്ചയായിട്ടും ഞാൻ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ആ ഒരു വിഷയത്തെ ഏത് രീതിയിലാണ് ദൈവസഭയെ കാണുന്നത്? അതൊരു വളരെ മാരേജ് ഫാമിലി റിലേഷൻഷിപ്പിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണത്. എൻ്റെ ഈ ടീച്ചിങ്ങിൽ അതുണ്ട്. ഡിവോഴ്സിനെ നമ്മൾ എങ്ങനെയാണ് ഉപകരിക്കേണ്ടതെന്ന് ഒറ്റ വേർഡിൽ പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ദൈവസഭ ഡിവോഴ്സിനെ അംഗീകരിക്കരുത്. ഡീറ്റെയിൽ നമ്മൾ ഇതിപ്പോൾ പഠിച്ചതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ ഡിവോഴ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, വളരെ കാര്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ദൈവവചനം ഡിവോഴ്സിന് ശക്തമായ എതിരാണ്. വിവാഹ മോചനം വേദപുസ്തകം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ പോലും നടത്തുന്നത്. വിവാഹം കഴിച്ച ദൈവമക്കൾ ഒരുമിച്ച് സ്ട്രോങ് ആയിട്ട് ഒരു കുടുംബമായി ശക്തമായി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണം, ദൈവത്തെ റെപ്രസെന്റ് ചെയ്ത് ജീവിക്കണം എന്നാണ് ദൈവവചനം ശക്തമായി പഠിപ്പിക്കുന്നത്. അതൊരു വേർഡ്. എന്നാൽ ഡിവോഴ്സിന്റെ ഡീറ്റെയിൽസ് ഡിവോഴ്സ് എന്തുകൊണ്ട് നമ്മൾ എതിർക്കുന്നു, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഡിവോഴ്സിനെ എന്തുകൊണ്ട് ദൈവസഭ എതിർക്കുന്നു, വിവാഹമോചനം എന്തുകൊണ്ട് ദൈവസഭ അംഗീകരിക്കുന്നില്ല എന്നുള്ള പഠനം ഈ വരുന്ന ദിവസങ്ങൾ നിശ്ചയമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അംഗീകരിക്കുന്നു. ഒരു ഒറ്റ വേർഡിൽ വി കനോട്ട് അക്സെപ്റ്റ് ഇറ്റ്. മറ്റ് ചോദ്യങ്ങളുണ്ടോ? ഏതോ ചോദ്യം ഇല്ല എങ്കിൽ, മറ്റു ക്വസ്റ്റ്യൻസ് ഇല്ല എങ്കിൽ നമ്മുടെ ഈ പഠനത്തിന്റെ ഉദ്ദേശം ഇതാണ്. നമ്മൾ ഇമോഷണലായി വിടുതലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശുശ്രൂഷിച്ച് അവസാനിപ്പിച്ച രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷ ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് 3 days വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ തേഴ്സ്ഡേ വരെയുള്ള സമയങ്ങൾ വളരെ ഇതുപോലെ ശാന്തമായി തന്നെ ദൈവവചനത്തിൽ നിന്ന് പഠിക്കുക, അനുഗ്രഹിക്കപ്പെടുക, പോവുക എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. കൺവെൻഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. ഈ ദൈവമക്കൾ കടന്നു വരുന്ന പ്രിയപ്പെട്ടവർ ഓർത്തോണം, ഇത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ അറിയാവുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഇതൊന്നും പുതിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് പഠിപ്പിക്കുന്നതല്ല. നമുക്കറിയാവുന്ന കാര്യങ്ങളെ ഒന്നുകൂടെ ഓർപ്പിച്ചുണർത്തുകയും ആ നിലയിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശക്തമായി തീരുകയും പെന്റിക്കോസ്റ്റൽ ചർച്ചുകളിൽ പോലും ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഡിവോഴ്സിന്റെയും മാരിറ്റൽ ബ്രേക്കിന്റെയും സെപ്പറേഷന്റെയും സ്പിരിറ്റിനെ ശാസിക്കുകയും ആ നിലയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുകയും എന്തുകൊണ്ട് നമ്മൾ ഒന്നായി നിൽക്കണം എന്നുള്ള ടീച്ചിങ് ശക്തമായി കൊടുക്കുന്നതിന് വേണ്ടിയും കൂടെയാണ് ഇങ്ങനെ 4 ദിവസത്തെ ക്ലാസ് നമ്മൾ ക്രമീകരിച്ചത്. ആ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമ്മളെല്ലാവരും ദൈവസഭയിൽ കടന്നു വരിക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിശ്ചയമായിട്ടും we will go more deeper. കൂടുതലായിട്ട് വരുന്ന ദിവസങ്ങളിൽ ഇതുപോലുള്ള ഇഷ്യൂസ് ഒരു പക്ഷേ നാളെ തന്നെ ഉള്ള ക്ലാസ്സിൽ മിക്കവാറും ഡിവോഴ്സ് എന്ന സബ്ജക്റ്റിനെ ടച്ച് ചെയ്യാൻ ശ്രമിക്കില്ലെങ്കിൽ വെനസ്ഡേയിൽ ആ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരും. ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഡിവോഴ്സ് ഒറ്റ വാക്കിൽ നമ്മൾ എതിർക്കുന്നു. അതിൻ്റെ ഇഫക്ട്സ് എന്തൊക്കെയാണ്? അത് സ്പിരിച്വൽ മാത്രമല്ല, വി ഹാവ് സോഷ്യോളജിക്കൽ ഇഫക്ട്സ്, ഫിസിക്കൽ ഇഫക്ട്സ്, ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ഇഫക്ട്സ് നമുക്ക് ഡിവോഴ്സിലുണ്ട്. അതിനെ ശക്തമായി ഈ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നതാണ്. അതിൽ ദൈവമക്കൾ കടന്നു വന്ന അനുഗ്രഹം പ്രാപിക്കുക. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കടന്നു വരുവാൻ കർത്താവിന്റെ കൃത്യസമയത്ത് നിർത്തുന്ന കാര്യം
ഞാൻ ഏറ്റു. നിങ്ങൾ കൃത്യസമയത്ത് കടന്നു വന്നാലും നമ്മുടെ കണ്ണുകൾ അടച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.